മക്കളെ വന്നോളിയും കണ്ടോളിയും പോയിട്ടുണ്ടാക്കിക്കോളിയും. അടിപൊളി മത്തി. മത്തി ഇഷ്ടമല്ലാത്തവരാരുണ്ടാവുക അല്ലേ? അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയണ്ടേ? എന്നാൽ പോരി. മത്തിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തുവെച്ചോളേ. ഇടിക്കൽ, പൊടിക്കൽ, ചതക്കൽ, കുത്തൽ ഇതൊക്കെ ആദ്യം ചെയ്യാം കേട്ടോ. പെരുംജീരകം ഇട്ടോളേ, നന്നായിട്ട് എന്നിട്ട് ചതയ്ക്കുക. ഇഞ്ചി ഇട്ടോളേ, നന്നായിട്ട് കുത്തുക. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി ഇട്ടോളേ, നല്ലതായിട്ട് കുത്തുക. പിന്നെ അതായത് വെളുത്തുള്ളിയും കുത്തിയെടുക്കുക. മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ എടുത്തിട്ട് മുളകും പൊടി ഇടുക. ആവശ്യത്തിനുള്ള ഉപ്പും ഇടുക. ഇനിയാണ് മക്കളെ നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള പരിപാടി. പുളിവെള്ളം ഒഴിക്കണം കേട്ടോ. ഇത് കറി കലക്കല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ വേണ്ട. കുറച്ച് പുളിവെള്ളം ഒഴിക്കുക, ഇളക്കി നോക്കുക. എന്നിട്ട് കട്ടി കൂടുതലുണ്ടോ കുറവുണ്ടോ നോക്കുക. പിന്നെ കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നിങ്ങനെ കുറുകി വരുന്ന പരുവത്തിലാവട്ടെ കേട്ടോ. നമ്മുടെ വൈറൽ മത്തി വൈറലാവുന്നതിന് മുന്നേ തന്നെ ഇവിടെ അമ്മ ഉണ്ടാക്കിയിരുന്ന ടേസ്റ്റുള്ള മത്തിയാണ് കേട്ടോ. നമ്മൾ കറിയാണെന്ന് വെച്ചാൽ കറിയും അല്ല, വറുത്തതാണെന്ന് വെച്ചാൽ വറുത്തതും അല്ല. ഏകദേശം ഒരു റോസ്റ്റ് പോലെയൊക്കെ ഇരിക്കും കാണുമ്പോൾ. അപ്പോൾ അത് നന്നായിട്ട് മസാലയൊക്കെ ആയതിന് ശേഷം നമുക്ക് മത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തേച്ച് പിടിച്ച് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ഒരു അരമണിക്കൂർ എങ്കിലും മിനിമം ഇരിക്കുക. എന്നിട്ട് എടുത്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. കത്തിക്കാൻ ഇട്ടാൽ തീ അത് മറക്കണ്ടേ. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ട സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇട്ട് കൊടുക്കുക. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ആ മത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്നും ആവാതെ നിരത്തി കണ്ട് വെച്ചെടുത്തോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് ഒരു ഭാഗം കൊണ്ട് നല്ല മുരിഞ്ഞ പോലെ ഉണ്ട് വരട്ടെ. എന്നിട്ടാണ് നമുക്ക് പരിപാടി. അത് കഴിഞ്ഞതിന് ശേഷം ചില്ലറ പരിപാടി ഉണ്ട്, കണ്ടില്ലേ? ആ സൈഡിലുള്ള മസാലകൾ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലണ്ട മസാല ഉണ്ടെങ്കിൽ പിടിക്കട്ടെ മത്തിയിൽ. അത് കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, വായിൽ വെള്ളം വരും. തീയാണ്ട് വല്ലാണ്ടാണ്ട് കൂട്ടിയേക്കണ്ട കേട്ടോ, കരിഞ്ഞ് വെണ്ടാരടങ്ങിപ്പോവും. അപ്പോൾ കുറച്ച് ക്ഷമ വേണം. ക്ഷമ ഉള്ളവർ ഈ പരിപാടിക്ക് നിന്നാൽ മതിയേ. ചെറിയ തീയിൽ വെച്ച് ഇതേപോലെ അങ്ങനെ ആക്കി കൊടുത്ത് പിന്നെ അങ്ങോട്ട് മറച്ചിടുക. വീണ്ടും ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, ആ മസാലയൊക്കെ ഉണ്ട് മേലേക്ക് ഉണ്ട് വാരി കുത്തുക. ടിസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താ, തക്കാളി ഇനി ഇടണം. തക്കാളി ഇട്ട് നല്ല അസൽ എരിവുള്ള ചീനമുളക് ഇടുക. കുറച്ച് കറിവേപ്പില ഇടുക. ഇനി അതും കൂടെ നന്നായിട്ട് നല്ല വാടി കിട്ടട്ടെ കേട്ടോ. മത്തിയോ അയില ചെമ്മീന കൂന്തള എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആ മീനെല്ലാം അതും വെച്ചിട്ട് ഈ പരിപാടി കാട്ടാം. ഇപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ള മത്തിയും അതേപോലെ തന്നെ അതിൻ്റെ മസാലയും പിന്നെ അതിൽ കിടക്കുന്ന തക്കാളിയും പച്ചമുളകും ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്നുകൊണ്ട് വെന്തെന്ന് തോന്നുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് കഴിക്കാം. ഇനിയിപ്പോൾ അതല്ല, ഇത് ഇനി കുറച്ചും കൂടെ ഒന്ന് കഴിയണം, നല്ല ഒന്ന് ഫ്രൈ ആയൊരു ഫീല് കിട്ടണം, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് കുറച്ചും കൂടെ നേരം അങ്ങോട്ട് ക്ഷമയോട് കൂടിയിട്ട് മറിച്ചിടുക തിരിച്ചിടുക മറിച്ചിടുക തിരിച്ചിടുക അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കുക. ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഉണ്ട് വെതറിയിട്ടാൽ മതി കേട്ടോ. നല്ല തുമ്പപ്പൂ ചോറ്, റേഷൻ്റെ അരി ആണെങ്കിൽ പറയുകയും വേണ്ട. എന്നിട്ട് അതിലേക്ക് അങ്ങോട്ട് ആ മത്തി അങ്ങോട്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ടൊരു പിടി ചോറും ആ മത്തിയും കൂടെ അങ്ങോട്ട് കുഴച്ച് അടിപൊളി.